സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് വിജയകൃഷ്ണൻ സാറാണ്. നമസ്തേ സാർ. സാറിൻ്റെ അച്ഛൻ സാധുശീലൻ പരമേശ്വരൻ പിള്ള പിന്നീട് സന്യാസിയായി മാറിയതാണ്. അദ്ദേഹത്തിന് ഒരു ആധ്യാത്മിക ബാക്ക്ഗ്രൗണ്ട് ശരിക്കുണ്ട്. മീൻസ് ഒരു 35ഓളം ആധ്യാത്മിക ഗ്രന്ഥങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. കൂടാതെ എനിക്ക് തോന്നുന്നു സാറിൻ്റെ ബുക്ക് വായിച്ചതിൽ നിന്നുള്ള അറിവാണ്, കന്യാകുമാരിയിലും കൊടകരയിലും കനകമലയിലും ഒക്കെ അദ്ദേഹത്തിന് ആശ്രമം ഉണ്ടായിരുന്നു. അപ്പോൾ അത്രയും സ്പിരിച്വൽ ബാക്ക്ഗ്രൗണ്ടുള്ള ഒരു സന്യാസിയായി മാറിയ ആളുടെ മകനാണ്. ആ ഒരു പുണ്യം സാറിന് കിട്ടിയിട്ടുണ്ട്. ശരിക്കും സാറിൻ്റെ ആ വർക്കിലും എല്ലാം അത് തെളിഞ്ഞ് കാണുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ആ ഒരു പാരമ്പര്യം സാറിൻ്റെ മകനിലേക്കും സംക്രമിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വർക്കിലും അത് കാണാനുണ്ട്. അപ്പം ഞാൻ ചിന്തിക്കുന്നത് സാറിൻ്റെ ആ ശിവപുരത്തെ ശാന്തിക്കാരൻ എന്നുള്ള ബുക്ക് വായിച്ചതിൽ നിന്നും എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ച ചില കാര്യങ്ങൾ, ആദ്യത്തെ അധ്യായത്തിൽ തന്നെ സാറ് ഇപ്പോഴത്തെ ഈ പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ, അതായത് പൂർവ്വജന്മങ്ങൾ അറിയുക എന്നുള്ളൊരു സാധനം, അതിലേക്ക് സാറ് കുറച്ച് വെളിച്ചം വീശുന്ന കുറേ കാര്യങ്ങൾ അന്ന് ആ ഫസ്റ്റ് അധ്യായത്തിൽ തന്നെ ഉണ്ട്. ആ പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ സാറിൻ്റെ അഭിപ്രായത്തിൽ അത് പോസിബിൾ ആണോ, എന്താണ് സാറിൻ്റെ അതിനെ പറ്റിയുള്ള അഭിപ്രായം എന്നുള്ളത് ആധ്യാത്മിക ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുണ്ടെന്ന് പ്രേക്ഷകരുമായിട്ട് സമ്മതിക്കാമോ? അതിൽ ഈ പുനർജന്മം എന്നൊക്കെ പറയുന്നത് ഹിന്ദുമതത്തെ സംബന്ധിച്ചിടത്തോളം അതിൽ ഉൾപ്പെടുന്നതാണ്. അതെ അതെ അതെ, അതൊരു യാഥാർത്ഥ്യമാണ്. യാഥാർത്ഥ്യമാണ്. പിന്നെ രണ്ട് തരത്തിലുണ്ട് ഇതിൽ. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ മതവുമായി ബന്ധപ്പെട്ട അന്ധവിശ്വാസങ്ങൾ, പിന്നെ കെട്ടുകഥകൾ, അങ്ങനെയുള്ളതിലൊന്നും എനിക്ക് ഒരിക്കലും ഒരു കമ്പമില്ല. അത് കേട്ട് അതിൻ്റെ പുറകെ പോവുകയുമില്ല. പക്ഷേ ഞാൻ ഇതൊക്കെ പരീക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പുനർജന്മം എന്ന് പറയുന്നത് തന്നെ അപ്പം ജീവിതത്തിൻ്റെ രഹസ്യം അവിടെയാണ് എൻ്റെ ഒരു കാഴ്ചപ്പാടിനും ഉള്ള ഒരു വ്യത്യാസം വരുന്നത്. കാരണം ഇപ്പോൾ ഒന്ന് നോക്കിയാൽ പലരും എന്നെക്കുറിച്ച് പല തെറ്റിദ്ധാരണകളുമുണ്ട്. അതായത് എന്ത് ഇസമാണ്, എങ്ങനെയാണ്. ഞാൻ ദേശാഭിമാനിയിലാണ് ഞാൻ നിരൂപണം എഴുതി തുടങ്ങുന്നത്. അപ്പോൾ ഉടനെ പലതും പറയും. ദേശാഭിമാനിയിൽ നിന്ന് പോകാനിടയായത് ഞാൻ നക്സലൈറ്റ് ആണെന്നുള്ള ഒരു ആരോപണം വന്നപ്പോൾ. അപ്പോൾ നേരെ കുറിച്ച് എന്നെ സംബന്ധിച്ചോളം വളരെ ക്ലിയറാണ് ഞാൻ എങ്ങനെയൊക്കെ പോകുന്നത്. കാരണം ഭൗതികമായിട്ട് തീർച്ചയായിട്ടും ഒരു ഇടതുപക്ഷ വീക്ഷണം ഉണ്ടല്ലോ. അത് കമ്മ്യൂണിസത്തിന് മുമ്പേ ഉണ്ടാവുന്നതാണ് ഈ ഇടതുപക്ഷ വീക്ഷണം. അതുകൊണ്ട് അധ്വാനിക്കുന്നവൻ്റെ കൂടെ, ഭാരം ചുമക്കുന്നവൻ്റെ കൂടെ, പാവപ്പെട്ടവരുടെ കൂടെ തന്നെയാണ് നമ്മൾ ഉള്ളത്. അത് ഭൗതിക സാഹചര്യത്തിൽ. പക്ഷേ എൻ്റെത് അവിടെ നിൽക്കുന്നില്ല. ഞാൻ എന്നിട്ട് എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. ഈ ജീവിതം കഴിഞ്ഞാലോ? അപ്പോഴാണ് ഈ മതവും ആത്മീയതയും ഒക്കെ നമ്മളിലേക്ക് വരുന്നത്. എനിക്കാണെങ്കിൽ വീട്ടിലെ സാഹചര്യങ്ങൾ അതിന് പറ്റിയതുമായിരുന്നു. അപ്പോൾ അച്ഛൻ കൊണ്ടുവരുന്ന പുസ്തകങ്ങൾ മിക്കതും ആത്മീയത ആയിരുന്നു. അന്നൊക്കെ വായിക്കാൻ വലിയ പ്രയാസമായിരുന്നു അച്ഛൻ കൊണ്ടുവരുന്ന പുസ്തകങ്ങൾ. അച്ഛൻ ഒരിക്കലും വീട്ടിൽ സ്ഥിരം നിന്നിട്ടില്ല. ഒരിക്കലും സ്ഥിരമായിട്ട് നിൽക്കുന്നത് അദ്ദേഹത്തിന് നടക്കാനൊന്നും കഴിയാതാകുന്ന ഒരു അവസാന കാലഘട്ടത്തിൽ ഒരു 5 മാസത്തോളം എൻ്റെ വീട്ടിൽ എൻ്റെ കൂടെ നിന്ന്. കന്യാകുമാരിയിൽ വിവേകാനന്ദ പങ്കുണ്ട്. അപ്പോൾ അതിനു മുമ്പ് ഇദ്ദേഹം ഇങ്ങനെ വീട്ടിലില്ലല്ലോ. ഞാൻ ഗ്രന്ഥശാലയിൽ നിന്ന് പുസ്തകങ്ങൾ എടുക്കുന്നു, വായിക്കുന്നു. ഏത് കുട്ടിയെയും പോലെ ആദ്യം ഞാൻ വായിക്കുന്നതും ഡിറ്റക്റ്റീവ് നോവലുകളും പിന്നീട് പൈങ്കിളി നോവലുകളും ഒക്കെ തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഈ അച്ഛനൊരിക്കൽ വന്നപ്പോൾ നോക്കിയപ്പോൾ എൻ്റെ മേശപ്പുറത്ത് കിടക്കുന്ന എന്താണ് പൊട്ടക്കിണറ്റിലെ പ്രേതം, ഇതൊക്കെ കണ്ട് ഇരുമ്പ് മറ്റേ എന്തോ കറുത്ത വെളുത്ത ചെകുത്താൻ എന്നൊക്കെയുള്ള ടൈറ്റിൽസ് കാണും. അച്ഛന് ഭയങ്കര ദേഷ്യം വന്നു. ഇതൊക്കെയാണോ നീ വായിക്കുന്നത്? കോട്ടയം പുഷ്പ വന്നിട്ടില്ല. അപ്പോൾ ഇതൊക്കെയാണോ വായിക്കുന്നത്? എത്രയോ ആധ്യാത്മിക ഗ്രന്ഥം, മഹാന്മാരുടെ ജീവചരിത്രങ്ങൾ വായിക്കണം എന്നൊക്കെ പറഞ്ഞാൽ അത്തരം കുറേ പുസ്തകങ്ങളും ഒക്കെ തന്നിട്ട് പോയി. അതുകൊണ്ട് ഞാൻ ഇതൊന്നും നിർത്തിയില്ല. അച്ഛൻ പിന്നെ ഞാൻ ഉണ്ടായൊരു മാറ്റം എന്ന് പറയുന്നത്, അച്ഛൻ വരുന്നു ദിവസം അറിയുമ്പോൾ ഇതിനെയൊക്കെ ഒളിച്ചു വയ്ക്കും. അച്ഛൻ കാണാത്ത സ്ഥലത്ത് ഒളിച്ചു വയ്ക്കും. അല്ലാതെ അത് വായന നിർത്തിയില്ല. പക്ഷേ അച്ഛൻ കൊണ്ടുവന്ന ആധ്യാത്മിക ഗ്രന്ഥങ്ങളിലും എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ ലൈഫിൽ ഏറ്റവും അധികം ഈ ആത്മീയ ചിന്തയുണ്ടാകുന്നത് ഒന്നാമതായിട്ട് അച്ഛൻ കൊണ്ടുവന്ന കുട്ടികളുടെ മഹാഭാരതം എന്നൊരു പുസ്തകമാണ്. അത് ഏത് ഡിറ്റക്റ്റീവ് നോവൽ വായിക്കുന്ന അതേ അസാധ്യതയോടെ ഈ കുട്ടികളുടെ മഹാഭാരതം
ഞാൻ വായിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് വീട്ടിൽ കുറച്ച് വർഷം 7-8 ക്ലാസ്സുകളിൽ പഠിക്കുമ്പോഴാണെന്ന് തോന്നുന്നു കുഞ്ഞിക്കുട്ടൻ നമ്പുരാൻ്റെ മഹാഭാരത വിവർത്തനം 7 വോള്യമായിട്ട് പ്രസിദ്ധീകരിക്കുന്നുണ്ട്. ഇത് അച്ഛനൊരു സെറ്റ് വാങ്ങിക്കൊണ്ട് വന്നു. 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആളൊക്കെ ഇത് വായിക്കുമോ എന്ന് ചോദിക്കരുത്. ഞാൻ വായിക്കുന്നുണ്ട്. ഞാൻ വളരെ കഷ്ടപ്പെട്ടാണെങ്കിലും ഇത് വായിക്കുന്നുണ്ട്. അതിനെക്കുറിച്ചുള്ള ലേഖനങ്ങൾ വായിച്ചിട്ടുണ്ട്. പിന്നെ മറ്റൊന്ന്, സ്വാമി വിവേകാനന്ദൻ്റെ ജന്മശതാബ്ദിയോടനുബന്ധിച്ച് വിവേകാനന്ദ സാഹിത്യ സർവസ്വം, അതും ഫുൾ സെറ്റ് അച്ഛൻ വാങ്ങിക്കൊണ്ടുവന്നു. ശ്രീരാമകൃഷ്ണാശ്രമം ഇറക്കിയത്. അതും ഞാൻ വളരെ പണിപ്പെട്ട് അപ്പോഴേ വായിക്കുന്നുണ്ട്. അപ്പം ഈ ആത്മീയതയിലും പൗരാണിക സാഹിത്യത്തിലും ഒക്കെയുള്ള താല്പര്യം അന്ന് തന്നെ എനിക്ക് വളരെ. അപ്പോൾ ഈ തരത്തിലുള്ള ആധ്യാത്മികമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് മുഴുകിയിരിക്കുമ്പോഴേ സാറിന് എന്തെങ്കിലും അതീന്ദ്രിയമായിട്ടുള്ള മീൻസ് ഒരു സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള അനുഭവം സാറിൻ്റെ ജീവിതത്തിൽ ഇപ്പം അങ്ങനെ ഒരുപാട് പേര് പറയാറുണ്ടല്ലോ, അത് ഈ ആത്മീയതയിൽ മുഴുകിയിരിക്കുന്ന ആൾക്കാർക്ക് ഒരു വെളിപാടുണ്ടാകുക, അതുപോലെ അത് സാറിന് എന്തെങ്കിലും അനുഭവപ്പെടുന്നത്? അത് പറയാറുണ്ട്. അങ്ങനെ ഉള്ള ആളുകളെ കുറിച്ചുള്ള കഥകൾ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ ശ്രീരാമകൃഷ്ണ പരമഹംസരും മറ്റുമൊക്കെ പറഞ്ഞിട്ടുള്ള ആ ഒരു ഇതിൽ വിശ്വസിക്കുന്ന ആളാണ്. അപ്പം അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ആത്മീയമായിട്ട് ഏറ്റവും പുരോഗമിച്ച വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഇത് സാധ്യമാണ്. അതായത് ഏറ്റവും അത്യപൂർവമായ അനുഭവങ്ങൾ ഉണ്ടാക്കുക. പക്ഷേ ഈ പരമലക്ഷ്യം എന്ന് പറയുന്നതിൽ അത് തടസ്സമാണ്. അതങ്ങനെ അതിൽ പോകുന്നവർക്ക് ലക്ഷ്യത്തിലേക്ക് അടുക്കാൻ കഴിയില്ല. നമ്മളിപ്പോൾ ഹിന്ദുമതത്തെ സംബന്ധിച്ചിടത്തോളം പരമപുരുഷാർത്ഥം എന്ന് പറയുന്ന ആ ഒരു മോക്ഷത്തിലേക്ക് പോകാനുള്ള വഴിയിലെ തടസ്സമായിട്ടാണ് ജ്ഞാനികൾ ഇത്തരത്തിലുള്ള അനുഭവങ്ങളെ കാണുന്നത്. പക്ഷേ ഭക്തന്മാരെ ആകർഷിക്കാൻ അതാണ് ഏറ്റവും എളുപ്പമായിട്ടുള്ളത് എല്ലാ കാലത്തും. അതുകൊണ്ട് ചില ആളുകൾ, ചില സന്യാസിമാർ ഒക്കെ ഇത് ഉപയോഗിക്കാറുണ്ട് എന്നുള്ളതാണ്. നമ്മളിപ്പം സത്യസായി ബാബയൊക്കെ ചെയ്യുന്ന കാര്യങ്ങളുണ്ടല്ലോ. അല്ല, ശരിക്കും അതിനകത്തൊക്കെ എന്തെങ്കിലും വാസ്തവമുള്ളതായിട്ട് അങ്ങേക്ക് തോന്നുന്നുണ്ടോ? അല്ല, ഞാനത് ഭഗവാൻ ഇങ്ങനെ ഭസ്മം വായുവിൽ നിന്ന് എടുക്കുന്നു എന്നൊക്കെ ഞാനും കേട്ടിട്ടുണ്ട്. അതെ അതെ. ഒരേ സമയത്ത് പല സ്ഥലത്ത് കാണുക എന്നുള്ള സംഭവം. ഇപ്പം ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു ഭക്തനോ ആരാധകനോ ഒന്നുമല്ല, ഞാനങ്ങനെ പോയിട്ടുമില്ല. ഇത് കൺകെട്ടുകാർക്കും ഇത് കാണിക്കാം എന്നുള്ള ഒരു അവസ്ഥയുണ്ട്. അതുകൊണ്ടാണ് എനിക്കതിൽ അത്ര താല്പര്യം തോന്നാത്തത്. പിന്നെ അങ്ങനെയൊക്കെ കാണിച്ചാലും നമുക്ക് മരണം വരുമല്ലോ, തീർച്ചയായിട്ടും മരിക്കാതിരിക്കാൻ പറ്റില്ല. അപ്പം ജ്യോത്സ്യമൊക്കെ അതിനെക്കുറിച്ച് ശ്രദ്ധിച്ചിട്ടുണ്ട്. ജ്യോതിഷം എൻ്റെ ഇപ്പം പറഞ്ഞ ശിവപുരത്തെ ശാന്തിക്കാരിലെ ഒരു അധ്യായം തന്നെ ആ പേര് തന്നെ ഉള്ളത് അതാണ്. അതെന്നുള്ളതെന്ന് വെച്ചാൽ ഞാനിങ്ങനെ വളരെ നിരീക്ഷിക്കുമ്പോൾ ഒരു കൗതുകമുണ്ട്. നമ്മളെക്കുറിച്ച് പറയുകയാണ്. നമ്മളെക്കുറിച്ച് പറയുമ്പോഴുണ്ടായ അനുഭവങ്ങളാണ് ഞാൻ അതിൽ എഴുതിയിട്ടുള്ളത്. ഒന്ന്, ഈ അതിഥിയുടെ കാര്യം പറയുമ്പോൾ, അതിഥിയിൽ PJ ആൻ്റണി, അദ്ദേഹം വലിയ അറിയാമല്ലോ, വലിയ കമ്മ്യൂണിസ്റ്റാണ്, യുക്തിവാദിയാണ്. അങ്ങനെയൊക്കെയുള്ള ഈ വ്യക്തി ഞാനുമായിട്ട് സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ വേറൊരു വ്യക്തിത്വമാണ് ഞാൻ കാണുന്നത്. പറഞ്ഞാൽ ആൾ വിശ്വസിക്കില്ല. എന്നോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം ഹസ്തരേഖാശാസ്ത്രത്തെക്കുറിച്ച് പറയുന്നു, കൈ നോക്കി പറയാൻ കഴിയുമെന്ന് പറയുന്നു. എന്നിട്ട് എൻ്റെ കൈ നോക്കുന്നു. എൻ്റെ കൈ നോക്കിയിട്ട് അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ, വേറെ എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞു, ഈ കയ്യിൽ മലവെള്ളം പോലെ പണം വരും എന്ന് പറഞ്ഞു. ധനം അത്രയും വരും. എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം അന്ന് വസൂലി കൊടുക്കാൻ പോലും ഇല്ലാതെയൊക്കെയാണ് ഞാൻ അവിടെ വന്നിരിക്കുന്നത്. ഷൂട്ടിംഗ് തുടങ്ങിയപ്പോൾ ഒരു മുറി കിട്ടിയിട്ടുണ്ട്, അവിടെ നിന്നാണ് വന്നിരിക്കുന്നത്. അപ്പോഴാണ് പറയുന്നത് മലവെള്ളം പോലെ പണം വരുമെന്ന്. അപ്പോൾ ഭയങ്കര സന്തോഷം, എനിക്ക് ഇനി സിനിമ എടുക്കാം, എനിക്ക് നന്നായിട്ട് ജീവിക്കാം. അപ്പോൾ അദ്ദേഹം നിർത്തി എൻ്റെ മുഖത്തിങ്ങനെ നോക്കിയിട്ടൊന്ന് ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, മലവെള്ളത്തിൻ്റെ പ്രത്യേകത എന്താ? അത് വന്നതുപോലെ പോകും, അതവിടെ കെട്ടി നിൽക്കില്ല. അതുകൊണ്ട് പണം വരും, പണം വന്നതുപോലെ പോകും. ഇത് അദ്ദേഹം എങ്ങനെ പറഞ്ഞതാണെങ്കിലും ഇത് യാഥാർത്ഥ്യമാണ്. എൻ്റെ ജീവിതത്തിലുടനീള യാഥാർത്ഥ്യമായിരുന്നു. കാരണം ഞാൻ ഈ സീരിയലുകൾ ചെയ്യുന്ന ഒരു കാലഘട്ടമുണ്ട്, ദൂരദർശൻ്റെ തുടക്കം തൊട്ടുള്ള. ആ കാലഘട്ടത്തിൽ പലപ്പോഴും ഈ സീരിയൽ ചെയ്യാനുള്ള പ്രൊഡ്യൂസർ വന്നിട്ട് ഇതെനിക്ക് കോൺട്രാക്ട് ബേസിൽ തരികയാണ്. അപ്പോൾ 13 എപ്പിസോഡ് സീരിയൽ, അതിന്
ഒരു 6 ലക്ഷം രൂപ, 6 ലക്ഷം ഒന്നും എനിക്ക് കിട്ടിയിട്ടില്ല, ഒരു 30,000 രൂപ പെർ എപ്പിസോഡെന്നുള്ള കണക്ക് വെച്ചിട്ടായിരിക്കും കോൺട്രാക്റ്റ്. ആ തുക എൻ്റെ കയ്യിൽ വരും. അപ്പോൾ എൻ്റെ കയ്യിൽ ലക്ഷങ്ങളുണ്ട്. അപ്പം ഞാൻ വിചാരിക്കും ഇതിൽ നിന്ന് മിനിമം ഒരു 1 ലക്ഷം രൂപ മിച്ചം പിടിക്കണം എന്നൊക്കെ വിചാരിച്ചിട്ട് തുടങ്ങും. അവസാനം എന്താ സംഭവിക്കുന്നത്, ഇത് മുഴുവൻ തീർന്നിട്ട് പിന്നെ നമ്മൾ പണം കണ്ടെത്തേണ്ടി വരും. അപ്പം നമ്മുടെ കയ്യിൽ നിന്ന് പൈസ ആകത്തില്ലേ? പൈസ ആകും, അങ്ങ് പോവുകയാണ്. അപ്പോൾ ഈ നഷ്ടം അങ്ങനെ സഹിക്കും? എനിക്ക് ഇത്രയും സീരിയൽ ചെയ്തിട്ട് ഒന്നും ഉണ്ടായില്ലല്ലോ. ഇപ്പോൾ പ്രശസ്ത സംവിധായകൻ KR മോഹൻ എന്നോടൊരിക്കൽ പറഞ്ഞു, ഈ മെഗാ സീരിയൽസൊക്കെ വന്ന സമയത്ത് ഞാൻ സീരിയൽ വിട്ടല്ലോ, ഇതൊക്കെ 13 എപ്പിസോഡ് സീരിയലാണ്. അന്ന് അദ്ദേഹം പറഞ്ഞു, ഇന്നിപ്പോൾ സീരിയൽ ചെയ്യുന്നവർക്ക് ഇഷ്ടം പോലെ കാശല്ലേ, ആ സമയമായപ്പോൾ വിജയകൃഷ്ണൻ അത് വിട്ടു അല്ലേ എന്ന് ചോദിച്ചു. അത് വിട്ടു, വിടാതിരിക്കാൻ പറ്റില്ല. കാരണം ആ മെഗാ സീരിയലൊക്കെ ചെയ്യാൻ പോയാൽ നമുക്ക് വായന ഉണ്ടാവില്ല, എഴുതാൻ പറ്റില്ല, ഇത് മാത്രമായിട്ടിരിക്കണ്ടേ. പിന്നെ മാത്രമല്ല അത് ഒരു സർഗാത്മക പ്രവർത്തനമാവുന്നില്ല. കാരണം ആരോ തിരക്കഥ എഴുതുന്നു, നമ്മളത് സ്റ്റാർട്ടിങ് ആയിട്ട് പറയുന്നു, ഷൂട്ട് ചെയ്യുന്നു, വേറെ ആരോ പോയി പോസ്റ്റ് പ്രൊഡക്ഷൻ ചെയ്യുന്നു. അത് ഒരു ക്രിയേറ്റീവ് വർക്കാവില്ല, ഒരു സർഗാത്മക പ്രവർത്തനം എന്ന് പറയാൻ പറ്റില്ല. ഞാൻ ചെയ്ത 13 എപ്പിസോഡ് എന്ന് പറയുന്നത് ഒട്ടുമിക്കതും ഞാൻ തന്നെയാണ് സ്ക്രിപ്റ്റ് എഴുതിയിരിക്കുന്നത്, അതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ ഞാൻ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ദൂരദർശൻ കേന്ദ്രം 1985 തൊട്ടല്ലേ മലയാള സംപ്രേഷണം ആരംഭിച്ചത്? അതെ, സീരിയൽസ് തുടങ്ങുന്നത് 90 കാലഘട്ടത്തിലാണ്. ഞാനതിൽ ആദ്യം ചെയ്യുന്നത് പത്മനാഭപുരത്തെക്കുറിച്ചുള്ള ഒരു ഡോക്യുമെൻ്ററിയാണ്, അത് അവരുടെ ഓൺ പ്രൊഡക്ഷനായിട്ട്. അത് കഴിഞ്ഞ് വേറെയും ഏതോ ഒരു ഡോക്യുമെൻ്ററിയൂടെ ചെയ്ത ശേഷമാണ് സീരിയൽ അപ്രൂവൽ കിട്ടുന്നത്. എൻ്റെ കുട്ടിക്കാലത്ത് O. ഹെൻറി കഥകൾ, അതുപോലെ കഥകൾ അതിസാദരം, അങ്ങനെ കുറച്ചധികം ക്വാളിറ്റിയുള്ള മെറ്റീരിയൽസ്. കഥകൾ അതിസാദരത്തിന് മുമ്പാണ് ഈ ചെറുകഥകൾ വെച്ചിട്ടുള്ള ആദ്യത്തെ സീരിയൽ എന്ന് പറയുന്നത് ഞാൻ ചെയ്ത കഥാസംഗമം എന്ന് പറയുന്നത്. അതിൽ തകഴി, ദേവ്, ബഷീർ ഇവരുടെയൊക്കെ ഉണ്ട്. മാത്രമല്ല പലരെയും, പല പഴയ സാഹിത്യകാരന്മാരെയും ഞാൻ പരിചയപ്പെടുന്ന ഈ സീരിയൽ. ബഷീറിനെ അതിനു മുമ്പേ അറിയാം, തകഴിയെ അറിയാം. കാരണം തകഴി എനിക്ക് നാഷണൽ അവാർഡ് കിട്ടുന്ന കമ്മിറ്റിയിലുണ്ടായിരുന്ന ആളാണ് തകഴി ശിവശങ്കരപ്പിള്ള. ബാക്കി പലരെയും ആ സമയത്താണ് കത്തിലൂടെയും ഒക്കെ പരിചയപ്പെടാനിടയാവുന്നത്. അങ്ങനെ കഥാസംഗമം, അതിന് സ്റ്റേറ്റ് അവാർഡും കിട്ടിയിട്ടുണ്ട്, സ്പെഷ്യൽ ജൂറി പുരസ്കാരം കിട്ടിയിട്ടുണ്ട്. ആദ്യമായിട്ട് TV നമ്മുടെ നാട്ടിലേക്ക് വരുന്നത് സാറിൻ്റെ ശരിക്കും ഓർമ്മകൾ ഉണ്ടാവുമല്ലോ, TV-യിലും മറ്റും സംപ്രേഷണം ആദ്യമായിട്ട് നമ്മൾ മലയാളം പരിപാടികൾ കാണുന്നത്. എനിക്ക് തോന്നുന്നു സാറിന് അവാർഡ് കിട്ടിയത് പോലും TV വഴിയാണല്ലോ. നമ്മൾ അന്നത്തെ കാലത്ത് വേറെ അല്ലല്ല, ആദ്യത്തെ ദേശീയ അവാർഡിൻ്റെ കാര്യത്തിൽ സംഭവിച്ചിട്ടുള്ളത് എന്താ വെച്ചാൽ, അന്ന് TV നമ്മുടെ കേരളത്തിലില്ലല്ലോ. ഇല്ല, കേരളത്തിലില്ല, ഡൽഹിയിൽ തുടങ്ങി. ഏഷ്യാഡ് വന്നപ്പോഴേക്ക് അവിടെയൊക്കെ ഈ TV പലയിടത്തും പ്രചരിച്ചിട്ടുണ്ട്, എന്നാലും തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പം ഞാൻ അറിയുന്നില്ല, റേഡിയോയിൽ ഇത് അനൗൺസ് ചെയ്യുന്നത് ഞാൻ അറിയുന്നില്ല. അതിന് കാരണം ആ ദിവസം ഇത് അനൗൺസ് ചെയ്യുന്ന ദിവസമാണെന്ന് തോന്നുന്നു, എനിക്ക് തൃശ്ശൂരുള്ള എൻ്റെ 1-2 ഫ്രണ്ട്സ് വന്നിരുന്നു. അവരുടെ കൂടെ ഞാൻ കന്യാകുമാരിയിൽ പോയി. കന്യാകുമാരിയിൽ നിന്ന് പിറ്റേന്ന് തിരികെ വരുമ്പോഴാണ് മാർത്താണ്ഡത്ത് വെച്ചിട്ട് ബസ്സിൽ ഒരാൾ ഒരു ഇംഗ്ലീഷ് പത്രവുമായിട്ട് കയറി ഇങ്ങനെ വായിക്കുമ്പം ഞാൻ ഇങ്ങനെ എത്തി നോക്കിയപ്പോൾ നാഷണൽ അവാർഡ്സ് ഡിക്ലെയർഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇത് കാണുന്നു. കമലഹാസൻ്റെ പടവുമുണ്ട്, ഇംഗ്ലീഷ് പത്രമാണ്. കമലഹാസൻ ആ സമയത്ത് അതെ, കമലഹാസനായിരുന്നു ബെസ്റ്റ് ആക്ടർ. അപ്പോൾ അന്നേരം ഞാൻ ആലോചിച്ചത്, ആ വർഷം നടന്ന സ്റ്റേറ്റ് അവാർഡ് കമ്മിറ്റിയിൽ ഞാൻ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ തഴഞ്ഞ വല്ല പടത്തിനോ അവാർഡ് കിട്ടിയോ, നമ്മൾ കൊടുത്തതിനാണോ കിട്ടിയതെന്നുള്ള ഒരു കൗതുകം കൊണ്ട് ഞാൻ പതുക്കെ ഈ സീറ്റിൻ്റെ മുകളിൽ കൂടെ ഈ പത്രത്തിലോട്ട് എത്തി നോക്കുന്നു. എൻ്റെ കാര്യം ഞാൻ മറന്നു, കാരണം ഞാൻ വിചാരിക്കുന്നത് അതിനൊന്നും കിട്ടില്ല എന്നാണ്. നമുക്കൊക്കെ ആരും നാഷണൽ അവാർഡ് തരാൻ. അപ്പം ഈ അവാർഡിനെ അയച്ചു എന്നുള്ളത് സത്യമാണ്, അതൊരു ഓർഡിനറി പോസ്റ്റിൽ അയച്ചതാണ്. അത് കിട്ടുമെന്ന് വിചാരിച്ചിട്ട് അയക്കുന്നതുമല്ല. കാരണം അവാർഡ് ഇനി ഏതെങ്കിലും കാലഘട്ടത്തിൽ കിട്ടിയാലായി എന്ന് മാത്രമേ, അല്ലാതെ അത്യാർത്ഥിയൊന്നുമില്ല, അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുമില്ല. പക്ഷേ ഞാനിത് വായിച്ചു വന്നപ്പോൾ ഒരു പാരഗ്രാഫ് തുടങ്ങുന്നത് തന്നെ നാഷണൽ അവാർഡ് ഫോർ ബെസ്റ്റ് ബുക്ക് ഓൺ സിനിമ ബൈ മിസ്റ്റർ വിജയകൃഷ്ണൻ ഫോർ ചലച്ചിത്ര സമീക്ഷ എന്ന് പറഞ്ഞിട്ട് ഇത് വായിച്ച് ഞാനാകെ അന്തം വിട്ട് എൻ്റെ കൂടെ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയി. അപ്പോൾ കൂടെ ഇരുന്ന് കൂട്ടുകാരോട് പറഞ്ഞു, അവർ ഈ കുഴിത്തുറ ബസ് കുറേ നേരം നിൽക്കും,
കുറച്ച് പത്രം വാങ്ങിച്ചിരിക്കും. അക്കാലത്ത് അവരപ്പോൾ ആ ഷോപ്പിലൂടെ ഓരോ മനോരമ പത്രം, മലയാള പത്രം നോക്കിയപ്പോൾ മനോരമ പത്രമുണ്ട്, അത് അവരവിടെ നിന്ന് അത് വാങ്ങിയിട്ട് നോക്കുമ്പോൾ ഫ്രണ്ട് പേജിൽ തന്നെ അന്ന് എൻ്റെ ഫോട്ടോസൊന്നും ഒരിടത്തും ഇല്ല. ഇതെങ്ങനെയോ അവരൊരു ഫോട്ടോ, എനിക്ക് തോന്നുന്നു ഈ ചലച്ചിത്ര സമീക്ഷ എന്ന പുസ്തകത്തിൽ അടിച്ചിട്ടുള്ള ഏതാണ്ട് ഒരു ഡ്രാക്കുളയുടെ ഫേസ് കട്ടുള്ള ഒരു പടമായിരുന്നു അതായിരുന്നു ഇവർ ഈ ഫ്രണ്ട് പേജിൽ കൊടുത്തിരിക്കുന്നത്. അങ്ങനെയാണ് ആദ്യത്തെ അവാർഡ് അറിയുന്നത്. നമ്മൾ ഈ ഒരു അവാർഡിന് വേണ്ടി കാത്തിരിക്കുന്നവരുണ്ട്, അതിനുവേണ്ടി ചരട് വലിക്കുന്നവരുണ്ട്, അങ്ങനെ പലതരം ആൾക്കാരുണ്ട്. പക്ഷേ ഇതിനെക്കുറിച്ച് ഒന്നും അറിയാതെ നമുക്കില്ല എന്ന് പറഞ്ഞ് കിട്ടുന്നതിന് അതിനൊരു പ്രത്യേക സന്തോഷം. ആ സന്തോഷം ഞാൻ ഇപ്പോൾ അനുഭവിച്ചിട്ടുണ്ട്. പിൽക്കാലത്ത് പലതും ഇതുപോലെ നേരത്തെ ചിലപ്പോൾ ചില സൂചനകൾ കിട്ടുന്നുണ്ട്, സൂചന കിട്ടിയത് ചിലപ്പോൾ നടക്കാതെ വന്നിട്ടുണ്ട്. അങ്ങനെ ആയിരുന്നു. പക്ഷേ ഈ ആദ്യ അവാർഡ് ഇങ്ങനെ വളരെയേറെ അവിസ്മരണീയമാകുന്നത് അത് ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കാതിരിക്കുമ്പോൾ. സാർ ഒരു 2-3 അവാർഡ് ജൂറിയിൽ അംഗമായിരുന്നുണ്ടോ പല തവണയായിട്ട്? അതെ, ദേശീയ അവാർഡ് ജൂറിയിൽ 2 തവണ. ശരിക്കും പല തവണയും നമുക്ക് ഈ ദേശീയ അവാർഡായാലും സംസ്ഥാന അവാർഡായാലും നിർണ്ണയം വരുമ്പോഴത്തേക്ക് ഒരു വിവാദം അതിൻ്റെ കൂടെ ഉണ്ടാകാറുണ്ട്. അതായത് ഇപ്പം 20 എന്ന് പറയുന്ന സിനിമ മോഹൻലാലിന് അവാർഡ് കിട്ടുമെന്ന് വളരെ പ്രതീക്ഷിച്ചൊരു സിനിമയായിരുന്നു. അപ്പോൾ ആ സമയത്ത് എല്ലാവരും എക്സ്പെക്ട് ചെയ്തതുമാണ്. കാര്യം മോഹൻലാലിനെ പോലൊരു ആക്ടർ വേറൊരു ഭാഷയിൽ പോയി ആ ഭാഷയിൽ ഡബ് ചെയ്ത് സ്വാഭാവികമായിട്ട് അവിടുത്തെ ഒരു ആരാധ്യ പുരുഷനായിട്ടുള്ള NGR-ന്റെ ബയോപിക് പോലൊരു പടം ചെയ്ത് വളരെ പെർഫെക്റ്റായിട്ട് ചെയ്ത് ഒരു സമയമായിരുന്നു. നമ്മൾ എക്സ്പെക്ട് ചെയ്ത് നിൽക്കുന്ന സമയത്ത് സമാന്തരങ്ങൾ പോലെയുള്ള സിനിമകൾ അന്ന് ദേശീയ അവാർഡ് നേടുകയും എനിക്ക് തോന്നുന്നു ആ വർഷമായിരുന്നു കളിയാട്ടവും സമാന്തരങ്ങളും ചേർന്നിട്ട്. അപ്പോൾ അത് നമുക്ക് അത്രയും ആ രീതിയിലുള്ള വിവാദങ്ങൾ അന്ന് ജൂറി ആയിരുന്ന സമയത്ത് ഒന്നും ഓർത്തെടുക്കാൻ സാധിക്കുന്നുണ്ട്. ഇല്ല, ഞാൻ ആയിരുന്ന സമയത്ത് 2018 അപ്പോഴും ഉണ്ടായിരുന്നു പ്രശ്നമുണ്ടായിരുന്നു. അപ്പോൾ മമ്മൂട്ടിക്ക് പേരൻപ് എന്ന പടത്തിൽ അവാർഡ് കിട്ടുമെന്ന് പറഞ്ഞിട്ടുള്ള ധാരണയുണ്ടായിരുന്നു. അപ്പം ഞാനിതിൻ്റെ ഈ ഫൈനൽ ജൂറിയിലാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ആദ്യ ജൂറി 4-5 ഉണ്ട്. അവർ കണ്ടിട്ട് വിടുന്നതാണ് ഈ ഫൈനലിൽ വരുന്നത്. ഫൈനലിൽ ഈ പടം വന്നിട്ടില്ല. കാരണം ആദ്യ ജൂറികളത് തിരസ്കരിച്ചത് കൊണ്ട് വരാത്തതിൽ നിന്ന് നമ്മളെങ്ങനെയാണ് ഇത് തിരഞ്ഞെടുക്കുക? അപ്പം അങ്ങനെയാണത് കിട്ടാതിരുന്നത്. അത് കഴിഞ്ഞപ്പോഴേക്ക് ഇതിലേക്ക് ആളുകളുടെ ഊഹാപോഹങ്ങളും ഒക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. അവിടെ വെച്ച് തന്നെ പത്രസമ്മേളനം നടന്നപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന മറ്റൊരു മലയാള സംവിധായകൻ, അദ്ദേഹം ഇതിലെ ഒരു പ്രിലിമിനറി കമ്മിറ്റിയിലും ഉണ്ടായിരുന്നു. അദ്ദേഹം പത്രക്കാരോട് പറഞ്ഞത് അവസാന നിമിഷം വരെ മമ്മൂട്ടി ഇതിലുണ്ടായിരുന്നു, ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരുന്നു എന്നൊക്കെ പറഞ്ഞു. ഈ പറഞ്ഞത് ഞാൻ അറിയുന്നില്ല. എൻ്റെ അടുത്ത് വന്നപ്പോൾ ഞാൻ ഈ സത്യം തുറന്നു പറഞ്ഞു, ഞങ്ങൾ കണ്ടില്ല, ഞാൻ കണ്ടിട്ടില്ല. അവസാനത്തെ ഇതിൽ വന്നു. മികച്ച നടനായിട്ട് വന്നത് അന്ന് 2 പേരായിരുന്നു. നമ്മുടെ ഹിന്ദി ഉറിയിലെ അപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു സത്യം. ഒടുവിൽ അവാർഡ് കമ്മിറ്റി ചെയർമാൻ തന്നെ അത് വെളിപ്പെടുത്തി. അങ്ങനെ അതായിരുന്നു സത്യം. ഇനി ഇത് കഴിഞ്ഞിട്ട് ഇവിടെ വരുമ്പോഴേക്ക് ഒരു മാഗസിനിൽ ഒരു ഇടതുപക്ഷ മാസികയിൽ വരുന്നത് വായിച്ചപ്പോൾ ഇത് ഈ ഒരു കാവി അവാർഡുകളായതുകൊണ്ടാണ് മമ്മൂട്ടിക്ക് കിട്ടാത്തത് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൻ്റെ എഡിറ്ററായിരുന്ന എൻ്റെ ഒരു സുഹൃത്ത്, ആ സുഹൃത്ത് കൂടെ ഇവിടെ IFFKയിലെ ഇന്ത്യൻ സിനിമാ ടുഡേ സെലക്ഷൻ കമ്മിറ്റിയിലുണ്ട്. ഇവിടെ റിജക്റ്റ് ചെയ്ത പടമാണ് പേര്. അപ്പോൾ അദ്ദേഹം ഒരു വളരെ അടിമുടി കമ്മ്യൂണിസ്റ്റുകാരനാണ്, ഭരണപക്ഷത്തോട് ചേർന്ന്, അതായത് കേരളത്തിലെ ഭരണപക്ഷത്തോട് ചേർന്ന്. എന്നിട്ട് അവർ കൊടുത്തിട്ടില്ല. അപ്പം ഞാൻ പുള്ളിയോട് ചോദിച്ചു, നിങ്ങൾക്ക് എന്ത് കാവി പുരണ്ടിട്ടാണോ നിങ്ങൾ കൊടുക്കാതിരുന്നത്? അപ്പം ഇത്രയേ ഉള്ളൂ. അവിടെ നമ്മൾ ആലോചിക്കേണ്ടതെന്ന് വെച്ചാൽ എത്ര ഭാഷകളിൽ നിന്നുള്ള സിനിമയാണ് വരുന്നത്. ഇപ്പം മലയാളത്തിൽ തന്നെയും നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്ന ഒന്നിന് ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. കാരണം ഒരു ജൂറിയുടെ കാഴ്ചപ്പാടായിരിക്കില്ല വേറൊരു ജൂറിക്ക്. ഒരു ജൂറി അപഗ്രഥിച്ചൊക്കെ വരുമ്പോൾ ഇന്ന കാരണങ്ങളുണ്ട്, ഇതാണ് മികച്ചത്. പക്ഷെ വേറൊരു ജൂറിയിൽ വേറെ ആയിരിക്കും പറയുക. അതുപോലെ കാലാപാനി എന്ന് പറഞ്ഞ സിനിമയെ അത് ഇന്ത്യനോടാണ് മത്സരിച്ചത്, കമലഹാസൻ്റെ. അത് ശരിക്കും കമലഹാസൻ്റെ ഇന്ത്യനിൽ ഫുൾ മേക്കപ്പിൻ്റെയും മറ്റേ പ്രോസ്തറ്റിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങളാണല്ലോ അതിനകത്ത് വർക്ക് ചെയ്തത്. അപ്പോൾ അതും ഒരു വിവാദമാകുന്നുണ്ട് ആ സമയത്ത്. മാത്രമല്ല കാലാപാനി പറയും പോലെ
മികച്ച സിനിമയായിരുന്നല്ലോ. ഒന്നാമത് അത് ഒത്തിരി മോഷണമുണ്ടല്ലോ. ഉണ്ടോ? ആ. മോഷണമുണ്ടല്ലോ അതെ. അല്ല, സെല്ലുലാർ ജയിൽ കേന്ദ്രീകരിച്ചിട്ട് അങ്ങനെ വന്നിട്ടുണ്ടോ ഇതിനു മുമ്പ് പടങ്ങൾ? എങ്ങനെ? സെല്ലുലാർ ആൻഡമാനിലെ സെല്ലുലാർ ജയിലിൽ കേന്ദ്രീകരിച്ചിട്ടേ ഇതിനു മുമ്പ് ജയിലിൽ വന്നിട്ടില്ല. പക്ഷെ അത് ഇന്ത്യൻ ഫിലിം അല്ലല്ലോ മോഷിച്ചത്. അല്ല, അത് ഇംഗ്ലീഷ് അതൊന്ന് പാപ്പിയോൺ എന്ന് പറയുന്ന ഏത് സിനിമയാണ്? പാപ്പിയോൺ എന്ന് പറയുന്ന വളരെ പ്രസിദ്ധമായ നോവലുണ്ട്, സിനിമയായിട്ടുണ്ട്. ഓക്കെ. അതാണല്ലോ കഥാപരമായിട്ട് വരുന്നത്. ഇംഗ്ലീഷ് സിനിമയാണ് ആണ് ആണ് പാപ്പിയോൺ. അതെ. അല്ല, അന്നും നമുക്കറിയാമല്ലോ പ്രിയൻ മിക്കവാറും എല്ലാം അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഇരിക്കെ കാഞ്ചീപുരം എന്നൊരു സിനിമ എടുത്തപ്പോൾ അത് അദ്ദേഹം വളരെ മൗലികമായിട്ട് എടുത്തിട്ടുണ്ട്. അതിലൂടെയാണ് പ്രിയൻ്റെ മനസ്സിൽ ഒരു ഉന്നതമായ സിനിമയെ ആരാധിക്കുന്ന ഒരാൾ കൂടെ ഉണ്ട് മനസ്സിലെന്ന് നമുക്ക് മനസ്സിലാവുന്നത്. മറ്റതൊക്കെ അദ്ദേഹം, എനിക്ക് ചിലപ്പം തോന്നാറുണ്ട് അദ്ദേഹത്തിൻ്റെ വശം ശരിയാണെന്ന്. കാരണം ഞാനൊക്കെ വലുത് ചെയ്യണമെന്ന് വിചാരിച്ച് എല്ലാം ആർട്ട് എന്ന് പറഞ്ഞ് ചെയ്യാൻ തുടങ്ങി, എങ്ങും എത്താതെ പോകുന്നു. പ്രിയൻ വളരെ കൂളായിട്ട് ഹിറ്റുകൾക്ക് പുറമെ ഹിറ്റുകൾ ഉണ്ടാക്കി പോയിട്ട് അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്ന കലാപരമായ ഒരു ഐഡിയ അദ്ദേഹം എടുക്കുകയും അതിന് ദേശീയ അവാർഡ് നേടുകയും ഒക്കെ ചെയ്തു. അതുപോലെ സന്തോഷ് ശിവൻ സാറിൻ്റെ സിനിമയല്ലേ ആദ്യമായിട്ട്? അതെ അതെ, എൻ്റെ ഈ നിധിയുടെ കഥ എന്ന സിനിമയിലാണ് ആദ്യം. ശരിക്കും അത്രയും പ്രശസ്തനായിട്ടൊരു ക്യാമറമാൻ്റെ കൂടെ സാറ് തുടങ്ങി വെച്ചിട്ട് പിന്നെ അല്ല, അന്ന് സന്തോഷ് പ്രശസ്തനല്ലല്ലോ. അന്ന് സന്തോഷ് പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് വന്നിട്ടുള്ള ആളാണ്. ഞാൻ എനിക്ക് പുതിയ ഒരാളെ വെച്ച് ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ട് ഇങ്ങനെ അന്വേഷിക്കുമ്പോഴാണ് ഇദ്ദേഹത്തെ ഈ ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ, അപ്പോൾ എൻ്റെ ഡോക്യുമെൻ്ററി ഒക്കെ കാണുമല്ലോ, അവിടെ ഇദ്ദേഹത്തെ കാണുന്നു. അത് ഞാൻ വളരെ ശ്രദ്ധിച്ചു. കാരണം വളരെ ഈ ഒരു വികൃതി പയ്യനെ പോലെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പാഞ്ഞു കിടക്കുന്നു, ഉറക്കെ സംസാരിക്കുന്നു, ഭയങ്കര പൊട്ടിച്ചിരി. അപ്പം എൻ്റെ ഒരു സ്വഭാവമൊന്നും അല്ല, പക്ഷേ എങ്കിലും എനിക്കൊരു കൗതുകം തോന്നി. അപ്പോഴാണ് ശിവൻ ചേട്ടൻ്റെ മകനാണെന്ന് അറിയുന്നത്. ശിവൻ ചേട്ടനെ എനിക്ക് നന്നായിട്ട് അറിയാം. അങ്ങനെ അദ്ദേഹത്തെ ഇങ്ങനെ ഒരു നമ്മൾ വളരെ ചെറിയൊരു പടമാണ്, എന്നാലും പുള്ളി വരുമെന്ന് എൻ്റെ പ്രൊഡ്യൂസറായ രാജശേഖരനുണ്ട്, അദ്ദേഹത്തിന് അവരെയൊക്കെ അറിയാം. അങ്ങനെ പുള്ളിയോട് ചോദിച്ചപ്പോൾ പുള്ളിക്ക് ഭയങ്കര സന്തോഷമായി. നമ്മൾ ഇത്ര ദിവസത്തെ ഷൂട്ടേ ഉള്ളൂ, 7 ദിവസം. ഓ ധാരാളം മതി എന്ന് പറയുന്നത്. ഇത്ര പൈസ ഇതിന് മുടക്കും, ഓ ധാരാളം മതി എന്ന് പറഞ്ഞിട്ട് 7 ദിവസം കൊണ്ട് ഷൂട്ട് ചെയ്ത സിനിമയാണ്. അതും 16mm ക്യാമറ, 16mm ചെയ്ത് ബ്ലോക്ക് ചെയ്ത്. കാരണം അത് ചെയ്യുന്നതിന് ഒരു 8 വർഷം മുമ്പ് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഒന്ന് ചെയ്തു തുടങ്ങി. അന്നത്തെ ക്യാമറാമാൻ എസ് കുമാറായിരുന്നു. എല്ലാം ടോപ്പാണ്. അപ്പം എസ് കുമാർ ഈ പടം മുടങ്ങിയ ശേഷമാണ് പ്രിയദർശന് വേണ്ടി സിനിമ ചെയ്യാൻ പോയത്. അപ്പം ഞാൻ രണ്ടാമത് ഇത് വീണ്ടും തുടങ്ങുമ്പോഴേക്ക് കുമാർ വളരെ പ്രസിദ്ധനായ വളരെ തിരക്കുള്ള ക്യാമറാമാനാണ്. അതുകൊണ്ടാണ് പുതിയ ആളെ തേടിയത്. പിന്നീട് പിൽക്കാലത്ത് പ്രശസ്തനായതിനു ശേഷം സന്തോഷ് വളരെ എളുപ്പമുണ്ടല്ലോ, ഞങ്ങൾ വളരെ എളുപ്പമുണ്ട്. പക്ഷേ എൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മളുടെ കൂടെ വന്നു, അവർ വലുതായി കഴിഞ്ഞാൽ അവരുടെ ഡേറ്റിന് വേണ്ടിയോ അല്ലെങ്കിൽ ഇതിനു വേണ്ടി ചോദിക്കുകയും കിട്ടാതെ വരുമ്പോൾ അവർക്ക് ദോഷം പറയാൻ, അതൊന്നും എൻ്റെ സ്വഭാവത്തിലുള്ളതല്ല. അവർ വളർന്ന് വലുതായി അങ്ങ് പോയി കഴിഞ്ഞാൽ പിന്നെ അവരുടെ വഴിയാണ്. പിന്നെ നമ്മൾ പുതിയ ആളുകളെ നോക്കുകയാണ്. കാരണം എൻ്റെ ബഡ്ജറ്റിലും ഞാൻ എടുക്കുന്ന തരത്തിലുള്ള സിനിമയിലും പിന്നെ സന്തോഷമൊന്നും ചെയ്യാനില്ല. കാരണം മണിരത്നത്തിൻ്റെയൊക്കെ പടം ചെയ്യുന്ന ആ സമയത്ത് ഞാനാകര 1-2 ലൈറ്റ് ഉപയോഗിച്ചുള്ള ചെറിയ പടമല്ലേ ചെയ്യുന്നത്. അതിലേക്ക് തിരികെ വരാൻ സന്തോഷത്തിന് പറ്റില്ല. തുടക്കത്തിൽ സന്തോഷം അത് വളരെ ധീരമായിട്ട് ചെയ്തു. അങ്ങനെയാണ് വിക്രമിനെ കുറിച്ചും പറയാം. വിക്രം എൻ്റെ പടത്തിൽ അഭിനയിക്കുമ്പോൾ ഒരു തുടക്കക്കാരനല്ലേ. എൻ്റെ ഇതിലല്ല ആദ്യമായിട്ട് അഭിനയിക്കുന്നത്, പക്ഷെ തുടക്കക്കാരനാണ്. മയൂരനൃത്തം എന്തൊരു അടുപ്പമായിരുന്നു പുള്ളിക്ക്, എന്തൊരു സ്നേഹമാണ്. അവിടെ വെച്ച് പുള്ളിയുമായിട്ട് അടുത്തൊരു പടത്തെക്കുറിച്ചുള്ള ഒരുപാട് പരിപാടി. ഞാനൊരു വടക്കൻ പാട്ടാണ് പുള്ളിയോട് പറഞ്ഞു. പുള്ളിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റായി ഒരു വടക്കൻ പാട്ട് കഥാപാത്രമായിട്ട് വരിക. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ വീട് വടകര ഭാഗത്താണ്. അവിടെ ഞാൻ ഓർക്കുന്നുണ്ട് മയൂരനൃത്തത്തിന് അങ്ങനെ ഒരു പാട്ട് തന്നെ ഉണ്ടായിരുന്നു, മയൂരനൃത്തം ശുഭനൃത്തം എന്ന് പറഞ്ഞിട്ടുള്ള പാട്ടാണ്. പാട്ട് അവിടെയും വേറൊരു പ്രശ്നമുണ്ട്. അത് പി ഭാസ്കരൻ്റെ അവസാനത്തെ ഗാനങ്ങളാണ്. ആരും ആ കാലത്ത് പി ഭാസ്കരനെ കൊണ്ട് പാട്ട് എഴുതിക്കുന്നില്ല. ദേവരാജ മാഷിൻ്റെ അവസാനത്തെ പാട്ടാണ്. ദേവരാജ മാഷിനെ അപ്പോൾ ആരും വിളിക്കില്ല.
ഞാൻ വിളിച്ചതെന്താണെന്ന് പറഞ്ഞാൽ അതിലെ ഒരു ഗായകനായ കഥാപാത്രം 60കളിലെ ചലച്ചിത്ര പിന്നണി ഗായകൻ എന്നാണ്. അല്ല, എനിക്ക് ആ പടം നല്ല ഓർമ്മയുണ്ട്. കാര്യം എന്ന് വെച്ചാൽ അച്ഛൻ ഫിലിം ഓപ്പറേറ്റർ ആയിരുന്നല്ലോ. ആ തിയേറ്ററിൽ വരുന്ന സമയത്ത് കുമരൻ രഘുനാഥ് ഞങ്ങൾ സീരിയലൊക്കെ കണ്ട് നല്ല ഫെമിലിയർ ആയിട്ടുണ്ട്. കുമരൻ രഘുനാഥിൻ്റെ ഒരു സിനിമ വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ വളരെ പ്രതീക്ഷയോടെ ആ സിനിമ കണ്ടായിരുന്നു മയൂരനൃത്തം. എനിക്ക് തോന്നുന്നത് ഒരു വലിയൊരു വിജയമാകാതെ പോയെന്ന് തോന്നുന്നു. ആ സമയത്ത് വിജയമായില്ല. പക്ഷേ അച്ഛനവിടെ പുനലൂർ തിയേറ്റർ ഓടിയ പടമാണ്. ഓടിയ പടമാണ് എനിക്കറിയാം. കാരണം പുനലൂർ, പത്തനംതിട്ട അങ്ങനെ ഇവിടെയൊക്കെ ഷൂട്ടുണ്ടായിരുന്നു. ഓടിയെന്ന് എനിക്ക് റിപ്പോർട്ട്. അല്ല, എനിക്ക് അവിടെ അത് എനിക്ക് തോന്നുന്നു 2 വീക്ക് ഓടിയിട്ടുണ്ട്. 2 വീക്ക് ഓടി ഞാൻ കണ്ടു. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അതൊക്കെ അത്ഭുതമാണ്. കാരണം തിരുവനന്തപുരത്തൊക്കെ മോശമായിരുന്നു. അതിനൊരു കാരണം ഈ പറഞ്ഞ ഇപ്പോൾ കുമരകനെ പോലെയുള്ള സീരിയൽ ആർട്ടിസ്റ്റുകളെ എല്ലാ കാലത്തും അതൊരു പ്രശ്നമാണ്. അതക്കാലത്ത് വലിയ പ്രശ്നമായി. അതായിരുന്നു ഒരു കാര്യം. പലരും അത് കഴിഞ്ഞിട്ട് ഇപ്പം തന്നെ ഇതിലുണ്ടല്ലോ, യൂട്യൂബിലും മറ്റുമൊക്കെ ഉണ്ടല്ലോ, ഏഷ്യാനെറ്റിൻ്റെ, അവിടെ ധാരാളം പേര് ആ പടം കാണുന്നുണ്ട്. അതിൻ്റെ അവസാനം വരുന്ന കമൻറ്റുകൾ വായിച്ച രസമാണ്. ഈ റോൾ മമ്മൂട്ടിക്ക് പറ്റിയതായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതുന്ന ആളുകളുണ്ട്. അങ്ങനെ ആയിരുന്നെങ്കിൽ ഇതിൻ്റെ ഗതി വേറെ കാസ്റ്റിംഗ് അല്ലേ. എനിക്ക് തോന്നുന്നു തിക്കുറിശ്ശിയുടെ അവസാന സിനിമയായിരുന്നു. തിക്കുറിശ്ശിയുടെയും അവസാനം ശേഷം അദ്ദേഹം ഇതിലോ മുഖം കാണിച്ചിട്ടുണ്ടാവണം. അല്ല, ചിലപ്പം അത് തന്നെ ആയിരിക്കണം. അത് തന്നെയാണെന്നാണ് എൻ്റെ ഓർമ്മ. പക്ഷെ ഇങ്ങനെ പറഞ്ഞു വരുമ്പം വലിയ വിഷമം തോന്നുന്നു എല്ലാവരുടെയും അവസാനത്തെ പടങ്ങളെന്ന് പറയുന്നത്. സാർ അതിനുശേഷം വേറെ ഫീച്ചർ ഫിലിമായിട്ട് ധാരാളം ചെയ്തിട്ടുണ്ടല്ലോ. മയൂരനൃത്തം കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് നമ്മൾ ഈ ഇല്ലത്ത് നിന്ന് ഇറങ്ങി അമ്മത്തെത്തിയില്ല എന്ന് പറയില്ല. അതുപോലെ ഒരു കൊമേഴ്സ്യലാകാൻ പോകാനുള്ള കാരണം എന്ന് പറയുന്നത്, നിധിയുടെ കഥ തൊട്ട് ഞാൻ ഇത്തരം സിനിമ ചെയ്യുന്നതിനൊക്കെ തടസ്സങ്ങളും ആർക്കും താല്പര്യമില്ല. അവസാനം NFDCക്ക് ഞാൻ സ്ക്രിപ്റ്റ് കൊടുത്തു. ഞാൻ കൊടുത്ത 2 സ്ക്രിപ്റ്റ്, 2-3 സ്ക്രിപ്റ്റ് പാസ്സായി. സ്ക്രിപ്റ്റ് പാസ്സായപ്പം ഫൈനാൻസ് കമ്മിറ്റി അത് റിജക്റ്റ് ചെയ്തു. അപ്പോൾ പലർക്കും ഈ സ്ക്രിപ്റ്റ് പാസ്സായി കിട്ടുക എന്നുള്ളതാണ് പ്രശ്നം. അതോടെ ഒരു നിരാശയുണ്ടായി. അപ്പോഴേക്ക് ഞാൻ അതിലൊരെണ്ണം തന്നെ എടുത്തിട്ട് കിളിവാതിൽ എന്ന പേരിൽ ഒരു പടത്തിൻ്റെ പൂജയെ കാണുന്നു. അത് സന്തോഷിനെ തന്നെയാണെന്ന് ക്യാമറാമാനായിട്ട് ഉദ്ദേശിച്ചിരുന്നതൊക്കെ 89-ലോ മറ്റോ. അപ്പോൾ അതിൽ നമ്മൾ അതിനെ പൂജയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അത് മുമ്പോട്ട് പോയില്ല. ശ്രീനിവാസനായിരുന്നു നായകനായിട്ട് ഉദ്ദേശിച്ചിരുന്നത്. അതും നിർമ്മാതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടായ ഒരു പ്രശ്നം കൊണ്ട് മുമ്പോട്ട് പോകാൻ പറ്റിയില്ല. അങ്ങനെ വന്നപ്പോഴാണ് ഞാൻ എന്തെങ്കിലും ഇനിയിപ്പം ഞാൻ എപ്പോഴും മരണത്തെക്കുറിച്ചുള്ള ഒരു ചിന്തയുണ്ട്. ഇപ്പം നാളെ മരിച്ചു പോയാൽ എനിക്ക് സിനിമ എടുക്കാൻ പറ്റാതെ പോയോ എന്ന് തോന്നുമല്ലോ. എനിക്ക് ഇപ്പോഴേ തോന്നുകയാണ് ഈ സിനിമ എടുക്കാൻ ആഗ്രഹിച്ചിട്ട് നടക്കാതെ പോകുന്നല്ലോ. അതുകൊണ്ട് എന്ത് വന്നാലും ഒരു കമേഴ്സ്യലായിട്ടൊരു പടം എടുക്കാം എന്ന് പറഞ്ഞിരിക്കുമ്പോഴാണ് അപ്പോൾ ഒരു പ്രശ്നമുണ്ട്. കമേഴ്സ്യലായിട്ട് നമ്മൾ പടം എടുക്കണമെങ്കിൽ അതിനനുസരിച്ചുള്ള ബഡ്ജറ്റ് വേണം. അപ്പോൾ കുറ്റിച്ചൽ രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞ ഒരു വ്യക്തി, അദ്ദേഹം നല്ല മനുഷ്യൻ, അദ്ദേഹം അത് ചെയ്യാം എന്ന് കേൾക്കുകയും, പക്ഷേ വളരെ ചെറിയ ബഡ്ജറ്റ്. അതുകൊണ്ട് ഈ പറഞ്ഞ എന്നോടൊപ്പം ഒന്ന് വർക്ക് ചെയ്തിരുന്ന ആളുകളാണ് അതിൽ ചെയ്യുന്ന പലരും. കുമരകനാണെങ്കിലും ബീന ആൻ്റണി ഉണ്ട്, അങ്ങനെയൊക്കെ ഉള്ളവരുണ്ട്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവർക്ക് ഇത് പോരാ എന്ന് തോന്നിയിട്ട് പിന്നീട് കൂട്ടിച്ചേർത്താണ് ജഗദീഷ് ശ്രീകുമാർ, ഇന്ദ്രൻസ്. പക്ഷെ അവരൊക്കെ വന്നപ്പോൾ ഒരു ഏച്ചുകെട്ട് പോലെ ആയിപ്പോയി. കാരണം ആദ്യത്തെ ഞാൻ പ്ലാൻ ചെയ്ത കഥ വളരെ ഇതൊന്നും ഇല്ലാത്ത ഒരു സംഭവമായിരുന്നു. അതുകൊണ്ട് അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ എനിക്കറിയാം അത് നല്ല പടമല്ല, ഈ പറഞ്ഞതുപോലെ ഒരു മികച്ച കമേഴ്സ്യൽ ഫിലിമും ആയിട്ടില്ല, ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള എലിമെൻസും ഇല്ല. അങ്ങനെ ആണത് സംഭവിക്കുന്നത് ആ പടത്തിലേക്ക് വരുമ്പോൾ. അപ്പോൾ ഈ പുതിയ ആളുകളെ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. കൊണ്ടുവന്ന പലരും ഏറ്റവും മികച്ച വ്യക്തികളായി മാറുകയും. അപ്പോൾ ആ പടം പൊളിഞ്ഞതുകൊണ്ടാണ് വിക്രമൻ ഞാനും പ്ലാൻ ചെയ്ത അടുത്തതുണ്ടാകുന്നത്. പിന്നെ കണ്ണടച്ച് തുറക്കുന്ന വേഗത്തിൽ വിക്രമൻ വളരെ വലിയ താരമായി. അതിനുശേഷം ഞാൻ പിന്നെ വിളിക്കാൻ കൂടെ പോയിട്ടില്ല. കാരണം പിന്നെ നമ്മളവരൊക്കെ ഒരു ഭാരമാകരുതല്ലോ. പഴയ ഇത് നമ്മളെ എത്രയോ കാണുന്നു ഓരോ ഒരിക്കലും ഇല്ല. എനിക്ക് വളരെ സിമ്പിളായിട്ട് കാര്യങ്ങൾ ചെയ്യുക, അത് അവസാനിപ്പിക്കുക. അതിൽ നിന്ന് ആർക്കെങ്കിലും ഗുണം ഉണ്ടായാൽ അവർ രക്ഷപ്പെട്ടു വന്നാൽ ഏറ്റവും അധികം സന്തോഷിക്കുന്നത് ഞാൻ.